മോള് വരാറായില്ലേ? പാർവതി നീട്ടിയ ചായ വാങ്ങിച്ചുകൊണ്ട് ഹരി ചോദിച്ചു. പതിയൊരു മൂളലാണ് മറുപടി. ഹരിക്കറിയാം തൻ്റെ അരികിൽ അവൾ അത്ര വീർപ്പുമുട്ടിയാണ് നിൽക്കുന്നതെന്ന്. ഓടി മാറി പോവാൻ എളുപ്പമാണ്, പക്ഷേ ആ അവസ്ഥയെ അവൾ അതിജീവിച്ച് പഠിക്കണം. അവൻ നേർത്തൊരു ചിരിയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു. അച്ഛനെന്ന് ഇച്ചിരി കൂടുതലുണ്ടോ പാറു? യാതൊരു അസ്വാഭാവികതയുമില്ലാതെ അവൻ ചോദിക്കുമ്പോൾ അവൾ ഏതോ ഓർമ്മയുടെ ചുഴിയിൽ പെട്ടുപോയിരുന്നു. ഉത്തരം കിട്ടാഞ്ഞിട്ടാണ് ഹരി തിരിഞ്ഞു നോക്കിയത്. പാറു! ഹരി ഒന്നുകൂടെ വിളിച്ചു നോക്കി. ഞെട്ടിക്കൊണ്ടു നോക്കുമ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഹരി. വീണ്ടും അവൾക്ക് വെപ്രാളം. ഹരിയ ഓരോ ഭാവങ്ങളും മനസ്സറിഞ്ഞുകൊണ്ടാണ് ആസ്വദിക്കുന്നത്. അവൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ എന്ന ചിന്ത മനസ്സിൽ വേരുറച്ചു പോയി. ഈ ലോകത്തൊന്നുമല്ലേ? കുടിച്ചു തീർത്ത ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. അവളൊരു വിളറിയ ചിരിയോടെ അവനെ നോക്കി. ഞാൻ ഇറങ്ങട്ടെ, ടൗണിലൊന്ന് പോവാനുണ്ട്. ഹരി യാത്ര പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. ഹരി! വെപ്രാളത്തോടെ ഒന്ന് അകത്തേക്ക് നോക്കിയിട്ട് പാർവതി വിളിക്കുമ്പോൾ ഹരിയുടെ നെറ്റി ചുളിഞ്ഞു. എന്താ പാറു? എനിക്ക് നിന്നോട് സംസാരിക്കാൻ. അവൾ വല്ലാതെ വിറക്കുന്നു. കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അകത്തേക്ക് പാളുന്നു. അകത്ത് അർജുൻ കിടക്കുന്നുണ്ട്. അവൾക്ക് പറയാനുള്ളത് അവൻ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നത് പോലെ. വാ! ഹരി ചിരിയോടെ വിളിച്ച് മുന്നോട്ട് നടന്നു. കയ്യിലുള്ള ഗ്ലാസ് തിണ്ണയിൽ വെച്ചിട്ട് പാർവതി ഒരു നിമിഷം കൂടി ശങ്കിച്ചു നിന്നതിന് ശേഷമാണ് അവനൊപ്പം ഇറങ്ങി നടന്നത്. റോഡരികിൽ നിർത്തിയിരിക്കുന്ന ഹരിയുടെ ബൈക്കിൽ ചാരി അവൾ സ്റ്റെപ്പിറങ്ങി വരുന്നത് നോക്കി അവൻ ഇരുന്നു. ആ നോട്ടത്തിന് മുന്നിൽ വീണ്ടും പാർവതി വിറച്ചുപോയി. പറയെന്ന് ആവശ്യപ്പെടാതെ ഹരി അവളെ നോക്കിയിരുന്നു. ഹരി! പാർവതി വിറയിലോടെ വിളിച്ചു. അവളിൽ നിന്ന് നോട്ടം മാറ്റാതെ തന്നെ അവനൊന്ന് മൂളി. എനിക്ക് ശ്വാസം മുട്ടുന്നു ഹരി. പാർവതിയുടെ കണ്ണ് നിറഞ്ഞു. എനിക്കും. അത് കാണാൻ വയ്യെന്നതുപോലെ ഹരി നോട്ടം മാറ്റി. നീ എല്ലാം മറക്കണം ഹരി. എനിക്ക് പ്രഷർ സഹിക്കാൻ വയ്യ. ഞാൻ മരിച്ചു പോകും. എൻ്റെ മോൾക്ക് ആരും ഇല്ലാണ്ടാവും ഹരി. പാർവതി അവനെ നോക്കാതെ പറഞ്ഞു. നേർത്തൊരു ചിരിയോടെ നിന്നതല്ലാതെ അവനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞാനും ഒറ്റയ്ക്കായി പോകുമെന്ന് അവൻ്റെ ഹൃദയം പരിഭവം പറഞ്ഞു. നിനക്ക് മുന്നിൽ നല്ലൊരു ജീവിതമുണ്ട് ഹരി. എന്നോ കണ്ടു മറന്നൊരു സ്വപ്നം പോലെ മറന്നു കളഞ്ഞേക്ക്. ഞാനൊരാളുടെ ഭാര്യയായിരുന്നു. ഇപ്പോഴും നിയമപരമായി ഗിരീഷേട്ടൻ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. എനിക്കൊരു മകളില്ലേ ഹരി. എന്തിനാ നീ നിന്റെ ജീവിതം വെറുതെ നശിപ്പിക്കുന്നത്? പാർവതി അവൻ്റെ മുന്നിൽ വന്ന് നിന്നു. ഞാൻ എൻ്റെ ജീവനോളം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്. എന്നോ കണ്ട് മറന്നൊരു സ്വപ്നമല്ല എനിക്കെൻ്റെ പ്രണയം. ഞാൻ ഇന്നും എൻ്റെ ഉള്ളിൽ നിധി പോലെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നതാണ്. അവൾക്കുള്ള ഉത്തരം പറയുമ്പോൾ ഹരിയുടെ മുഖത്തുള്ള ചിരിയിലേക്ക് പാർവതി പകച്ചു നോക്കി. മറന്നു കളയാൻ പറഞ്ഞില്ലേ നീ? ഞാനും ഒരുപാട് ശ്രമിച്ചതാണ്, നീ ഗിരീഷിൻ്റെ സ്വന്തമായത് മുതൽ. പക്ഷേ ഞാനും തോറ്റുപോയിടി. അവൻ വേദനയോടെ ചിരിച്ചു. ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ട് നീ എനിക്ക് മുന്നിൽ വന്നു നിൽക്കുന്ന അതേ അവസ്ഥയിൽ ഞാനും നിന്നിട്ടുണ്ട്. എൻ്റെ മനസാക്ഷിയുടെ മുന്നിൽ വിട്ടുകളഞ്ഞല്ലോ എന്ന കുറ്റബോധം പേറി ആരും അറിയാതെ ഞാൻ. കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് അവനൊന്ന് ശ്വാസമെടുത്തു. ഗിരീഷിനൊപ്പം നീ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോഴും ഇതൊന്നും ആരോടും പറയില്ലായിരുന്നു. എൻ്റെ ഇഷ്ടം എന്നോടൊപ്പം അവസാനിച്ചു പോയേനെ. ഒരിക്കലും നിന്റെ ജീവിതം നശിച്ചു കാണാൻ വെറുതെ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എവിടെ ആർക്ക് സ്വന്തമായിരുന്നാലും സന്തോഷത്തോടെ ഇരിക്കണേ എന്ന് മാത്രമേ കൊതിച്ചിട്ടുള്ളൂ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പാറു. ഹരിയുടെ സ്വരം ആർദ്രമായി. നീ ഇപ്പോഴും ഗിരീഷിനെ കാത്തിരിക്കുന്നുണ്ടോ? ഒട്ടും പ്രതീക്ഷിക്കാത്ത ഹരിയുടെ ചോദ്യം. പാർവതി അവനെ തുറച്ചു നോക്കി. നീ എന്തിനാ ആ ചോദ്യം ഇപ്പോൾ ചോദിച്ചതെന്ന പരിഭവം അവളുടെ കണ്ണുകളിൽ ഒളിച്ചിരുന്നു. പാർവതി കൂടുതൽ വിറച്ചു. എനിക്ക് ഉത്തരം വേണം പാറു. ശാന്തമായി ഹരി പറഞ്ഞു. പാർവതി ഇല്ലെന്ന് തലയാട്ടി. കണ്ണുനീർ കവിളിലേക്ക് പകർന്നു. ഒരു തിരസ്കാരത്തിൻ്റെ ഓർമ്മ അവളിൽ ചുറ്റി വിരിഞ്ഞു. ഹരി എഴുന്നേറ്റുകൊണ്ട് അവളെ ബൈക്കിൽ ചാരി നിർത്തി. സ്നേഹിക്കുന്നവരെയാണ് പാറു കാത്തിരിക്കേണ്ടത്. ആശിക്കുന്നവർക്കൊപ്പമാണ് ജീവിക്കേണ്ടത്, അവൻ മൃദുവായി പറഞ്ഞു. പാർവതി ഒന്നും പറയാനില്ലാതെ അവനെ നോക്കി. എന്നെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് നിലവിളിച്ചില്ലല്ലോ ഞാൻ. കാത്തിരിക്കും. എൻ്റെ ആയുസ് തീരുവോളം നിനക്കായി ഹരി കാത്തിരിക്കും. പാർവതിയുടെ കണ്ണുകളിലേക്ക് ഹരിയുടെ നോട്ടം തുളച്ചു കയറി. അവൾ പിടച്ചിലൂടെ തല താഴ്ത്തി പിടിച്ചു. ഗിരീഷിൻ്റെ ഭാര്യയെ ഞാൻ മോഹിച്ചിട്ടില്ല. നീയും അവനും തമ്മിൽ വെറുമൊരു സൗന്ദര്യപ്പിണക്കമായിരുന്നുവെങ്കിൽ ഞാൻ നേരിട്ട് പോയി അവനോട് സംസാരിക്കുമായിരുന്നു, നിനക്ക് വേണ്ടി. ഇതിപ്പോൾ അങ്ങനെയാണോ പാറു? ചതിച്ചതല്ലേ നിന്നെ. ന്യായമായൊരു കാരണം പോലും ഇല്ലാതെ ഉപേക്ഷിച്ച് കളഞ്ഞവനല്ലേ? ഹരിയുടെ സ്വരം കടുത്തു.
പാർവതി കുനിഞ്ഞു നിന്നുകൊണ്ട് കരഞ്ഞു. എനിക്ക് എനിക്ക് പേടിയാണ് ഹരി. പാർവതിയുടെ സ്വരം നേർത്തു. എന്നെയോ? ഹരിയുടെ ചോദ്യത്തിന് അവൾ ഉത്തരം പറഞ്ഞില്ല. നാട്ടുകാരെയും വീട്ടുകാരെയും ഓർത്താണോ നിനക്ക് പേടി? വീണ്ടും ഹരിയുടെ സ്വരം നേർത്തു. അപ്പോഴും അവൾ ഒന്നും മിണ്ടിയില്ല. ഇവരെയൊക്കെ നിനക്ക് മനസ്സിലാവും. പക്ഷേ പക്ഷേ ഹരിയെ മാത്രം നിനക്കറിയില്ല. നിനക്ക് മനസ്സിലാവില്ല അല്ലേ? അവൻ വേദനയോടെ ചിരിച്ചു. പ്രണയത്തിൻ്റെ ഏറ്റവും തീവ്രമായ ലഹരി അറിഞ്ഞവർ ഒരുപക്ഷെ വിവാഹത്തിലൂടെ ഒന്നിച്ചവരായിരിക്കില്ല പാറു. ജീവനിൽ പതിഞ്ഞുപോയ പ്രണയം നഷ്ടപ്പെട്ടവർക്ക് പറഞ്ഞു തരാനാവും. അതിൻ്റെ നോവും നീറലും ഞാനത് അനുഭവിച്ചതാണ്. ആരുമറിയാതെ വർഷങ്ങളോളം ആ സങ്കടക്കടലിൽ മുങ്ങിപ്പിടഞ്ഞവനാണ് ഞാൻ. ഹരിയും ശ്വാസം കിട്ടാത്തതുപോലെ പിടഞ്ഞു അവൾക്ക് മുന്നിൽ. തിരിച്ചു കിട്ടില്ലെന്ന് ഞാൻ ഉറപ്പിച്ച എൻ്റെ പ്രാണൻ കൂടിയാണ് നീ. ഇനിയും ഞാൻ ഉപേക്ഷിച്ച് കളയണമെന്നാണോ? ഹരി മരിക്കണം അതിന്. അവൻ്റെ ശബ്ദത്തിൽ വാശി നിറഞ്ഞു. പാർവതി വീണ്ടും അവനെ തുറച്ചു നോക്കി. പേടിക്കണ്ട, ഞാനും എൻ്റെ പ്രണയവും നിനക്കൊരിക്കലും ഒരു ശല്യമാവില്ല. ഹരി കണ്ണടച്ച് കാണിച്ചു. നിനക്കൊരു കൂട്ട് വേണ്ടായിരിക്കും, പക്ഷേ എൻ്റെ കുഞ്ഞിനൊരു അച്ഛൻ്റെ സ്നേഹം വേണം. അത് തടയാൻ നിനക്ക് അർഹതയുണ്ടോ? പാർവതിയുടെ ഹൃദയം വിറച്ചു. എൻ്റെ കുഞ്ഞ്. ജന്മം കൊടുത്തവൻ ഒരു നോക്ക് കാണാൻ പോലും വന്നിട്ടില്ല. ഒരു കഷ്ണം മിഠായി പോലും കൊടുത്തിട്ടില്ല. പക്ഷേ ഒരിക്കൽ സ്നേഹിച്ചുവെന്ന കാരണം കൊണ്ട് തൻ്റെ കുഞ്ഞിനെ പോലും സ്വന്തമായി കാണുന്നവൻ എത്ര കാലം ഓടി ഒളിക്കും ഇവനിൽ നിന്നും? അതവളെ കൂടുതൽ പേടിപ്പിച്ചു. ലല്ലു വരാറായി അല്ലേ? ഹരി വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പാർവതിയും അപ്പോഴാണ് അത് ഓർത്തത്. അവൾ നിർജീവമായി തലയാട്ടി കാണിച്ചു. വാ, റോഡിലിറങ്ങി നിൽക്കാം. അവളുടെ മറുപടി കാത്തു നിൽക്കാതെ ഹരി ഇടവഴി കടന്ന് റോഡിലേക്ക് കയറി. വിറയലൊതുങ്ങാതെ പിറകെ പാർവതിയും. കൃത്യനേരത്താണ് അവരെത്തിയത്. ബസ്സിൽ നിന്നിറങ്ങി വന്ന ലല്ലുമോൾ ഹരിയെ കണ്ടതും ഓടിപ്പിടഞ്ഞുകൊണ്ട് അവൻ്റെ കൈകളിൽ ചാടിക്കയറി. ബസ് കണ്ടക്ടർ അത് കണ്ട് ചിരിയോടെ അവളുടെ ബാഗ് പാർവതിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ലല്ലു ഹരിയുടെ ഒക്കത്തിരുന്നു കൊണ്ട് കൂട്ടുകാരെ അഭിമാനത്തോടെ നോക്കുന്നത് കണ്ട് പാർവതിയുടെ നെഞ്ചി പിടഞ്ഞു. ഹരിയും ലല്ലുവും ഒരുമിച്ച് ടാറ്റ കൊടുത്താണ് അവളുടെ കൂട്ടുകാരെ യാത്രയാക്കിയത്. അതെല്ലാം കണ്ട് പിറകിൽ നിന്നവൾ കൂടുതൽ തളർന്നു പോകുകയാണ് ആ സ്നേഹത്തിന് മുന്നിൽ. താനിതെവിടെ പോയതാ സീതാലക്ഷ്മി? ഞാൻ വന്നിട്ട് 10 മിനിറ്റ് നേരമായല്ലോ. മുത്തശ്ശിയുടെ മുറിയിലേക്ക് കയറി ചെന്ന സീതയെ നേരിട്ടത് റിമിയുടെ ചോദ്യമാണ്. ഒരു നിമിഷം അവൾ പകച്ചുപോയി. എനിക്ക് പുറത്തു മുഴുവനും ചുറ്റിയടിച്ച് നടക്കാനാണോ? അതോ ഈ വയ്യാത്ത മുത്തശ്ശിയെ നോക്കാനാണോ തനിക്കിവിടെ സാലറി തരുന്നത്? സീതയെ പറയാൻ അനുവദിച്ചു കൊടുക്കില്ലെന്ന വാശിയുള്ളതുപോലെ റിമി അവളുടെ നേരെ ചാടി. സീത എന്നോട് പറഞ്ഞിട്ടാണ് കുട്ടി പോയത്. റിമിയുടെ പ്രവൃത്തികളോടുള്ള ദേഷ്യം മുത്തശ്ശിയുടെ സ്വരത്തിൽ കല്ലിച്ചു കിടന്നു. സമ്മതിച്ചു കൊടുത്താലും അങ്ങനെ അങ്ങ് പോവാൻ പാടുണ്ടോ മുത്തശ്ശി? വാങ്ങുന്ന ശമ്പളത്തിന് വേണ്ട ആത്മാർത്ഥത കാണിക്കണ്ടേ? തരുന്ന ഫ്രീഡം മിസ്യൂസ് ചെയ്യാൻ പാടുണ്ടോ? മുൻവൈരാഗ്യം തീർക്കുന്നത് പോലെ റിമിയുടെ ചോദ്യങ്ങൾ സീതയുടെ നേരെ പാഞ്ഞു. റിമി അല്ലല്ലോ എനിക്ക് ശമ്പളം തരുന്നത്. സീതയുടെ വലിഞ്ഞു മുറുകിയ സ്വരം റിമി പതറിപ്പോയി. എന്ന് വെച്ചാൽ? റിമിയുടെ കണ്ണിൽ പക നേറി. താൻ ഇവിടുത്തെ ഗസ്റ്റ് അല്ലേ? ആ നിലയ്ക്ക് നിന്നാൽ മതിയെന്ന്. കണ്ണൻ്റെ ഫ്രണ്ടാണ് അവളെന്നുള്ള ചെറിയൊരു ശങ്ക സീതയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് സ്വരം പരമാവധി മയപ്പെടുത്തിക്കൊണ്ടവൾ ചോദിച്ചു. റിമിക്ക് അടികിട്ടിയതുപോലെയായിരുന്നു. അവളുടെ പല്ലുകൾ ഞെരിഞ്ഞു. റിമി എഴുന്നേറ്റുകൊണ്ട് സീതയുടെ അരികിലേക്ക് ചെന്നു. ശ്രീനിലയത്തിലെ കൊച്ചുമോനെ മോഹിച്ചതുകൊണ്ടാണോ നിനക്ക് ഇത്രയും അഹങ്കാരം? റിമിയുടെ കണ്ണിലൊളിപ്പിച്ചു വെച്ച പക സീതയുടെ ഉള്ളിൽ പിടിമുറുക്കി. മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ സത്യമാവുകയാണോ എന്നൊരു ഉൾവിളി അവളിൽ ശക്തമായി. ഒരിക്കലുമല്ല, ഞാൻ എൻ്റെ ജോലി നന്നായി ചെയ്യുന്നു എന്ന ആത്മവിശ്വാസം കൊണ്ട്. സീതയും അവൾക്ക് മുന്നിൽ തലയുയർത്തി നിന്നു. റിമിയുടെ മുഖം ഉരുണ്ടു. മനസ്സിൽ കണ്ണൻ്റെ വാക്കുകൾ ഓർമ്മ വന്നു. സീതയുടെ കഴുത്തു ഞെരിക്കാനും കിരൺ വർമ്മ എൻ്റേതാണെന്ന് വിളിച്ചു പറയാനും ഉള്ളിൽ തോന്നിയ ത്വര വളരെ പണിപ്പെട്ടുകൊണ്ടാണ് അവൾ അമർത്തി പിടിച്ചത്. സീത അവളെ സൂക്ഷ്മമായി നോക്കുന്നുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ റിമിയെക്കുറിച്ച് മനസ്സൊരു മുന്നറിയിപ്പ് തന്നത് അവളുടെ ഉള്ളിൽ കിടന്നു നീറി. സത്യമാണ്, റിമി മരിയ വെറുമൊരു സന്ദർശക മാത്രമല്ലായിരുന്നു ശ്രീനിലയത്തിൽ. അവൾ കണ്ണേട്ടനെ തേടി വന്നതാണ്. സീതയുടെ ഉള്ളം വിറച്ചു. മിഥുനൊപ്പം അവൾ പോയില്ലെന്ന് കൂടി കേട്ടതോടെ ഉള്ളിലെ സംശയം ബലപ്പെട്ടിരുന്നു. എന്നിട്ടും അങ്ങനെയല്ലെന്ന് തന്നെ വിശ്വസിക്കാൻ കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണ് മനസ്സിലേക്ക് അത് എടുത്തു വെക്കാഞ്ഞത്. ഇന്നിപ്പോൾ തന്നെ തുറച്ചു നോക്കുന്ന കണ്ണുകളിൽ അത്രയും കല്ലിച്ചു കിടക്കുന്നത് അവൾക്കുള്ളിൽ മുറിവേറ്റ പ്രണയമായിരിക്കും. പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ വെട്ടിത്തിരിഞ്ഞുകൊണ്ട് റിമി ഇറങ്ങിപ്പോയി. ചുറ്റും ശത്രുക്കളുടെ എണ്ണം കൂടുന്നു. അതിനൊപ്പം കണ്ണേട്ടനോടുള്ള പ്രണയവും മത്സരത്തിലാണ്. സീത തളർച്ചയോടെ കിടക്കയിലേക്കിരുന്നു.
റിമി പറഞ്ഞ വാക്കുകൾ സീതയെ വേദനിപ്പിച്ചിരിക്കാമെന്ന് കരുതി മുത്തശ്ശി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും തണുക്കാത്ത മനസ്സോടെ സീത അതേ ഇരിപ്പ് തുടർന്നു. ഹരി. ചിരിച്ചുകൊണ്ട് ഹരി ആദിക്കും സിദ്ധുവിനും നേരെ കൈനീട്ടി. കേട്ടിട്ടുണ്ട്, സീത പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരനെ കുറിച്ച്. ആദി ചിരിയോടെ പറഞ്ഞു. ഇരിക്ക് ഹരി. പിന്നിലെ നീളൻ വരാന്തയിലെ തിണ്ണയിലേക്ക് കൈനീട്ടി കണ്ണൻ പറഞ്ഞു. കണ്ണൻ വിളിച്ചിട്ട് വന്നതാണ് ഹരി. കൂട്ടത്തിൽ സിദ്ധുവും ആദിയും കൂടിയുണ്ട്. സീത അറിഞ്ഞോ എന്നോട് വരാൻ പറഞ്ഞത്? ഇരിക്കുന്നതിനിടെ ഹരി ചിരിയോടെ കണ്ണനെ നോക്കി. ഞാൻ പറഞ്ഞിട്ടില്ല. കണ്ണൻ കണ്ണുറുക്കി കാണിച്ചു. 3 പേരും അവനെ നോക്കി ചിരിച്ചു. അപ്പോ വിളിപ്പിച്ച കാര്യം പറയുന്നീ. ഹരി കണ്ണന് നേരെ തിരിഞ്ഞിരുന്നു. കണ്ണനൊന്ന് ആദിയെ നോക്കി. എന്താടാ വീണ്ടും? ഹരി ചോദിച്ചു. ഇല്ലടാ, പക്ഷേ കഴിഞ്ഞുപോയ പ്രശ്നത്തിൻ്റെ പിറകെയാണ് ഞാൻ. ദേ ഇവരും. കണ്ണൻ ആദിക്കും സിദ്ധുവിനും നേരെ കൈ ചൂണ്ടി. വളച്ചു കെട്ടാതെ കാര്യം പറയടാ നീ. ഹരി അല്പം ഗൗരവത്തോടെ പറഞ്ഞു. അർജുന് നേരെയുള്ള അറ്റാക്ക്, അതിനെക്കുറിച്ച് അന്വേഷിച്ചു വരാൻ ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു. എനിക്കിവിടെ പരിചയം കുറവാണ്, പക്ഷേ ഇവർക്കറിയാമല്ലോ. ഇവിടെയുള്ളവർ ഒപ്പിച്ച പണിയാണെന്ന് അറിഞ്ഞിട്ടും അതങ്ങനെ വിട്ടുകളയാനാവില്ലല്ലോ. അർജുൻ പറഞ്ഞതുപോലെ ഇന്നത് വിട്ടുകളഞ്ഞാൽ നാളെ സീതയുടെ നേരെ തിരിയില്ലെന്ന് പറയാനാവില്ല. അപ്പോൾ അതിനൊരു തിരിച്ചടി കൊടുത്ത് ഒതുക്കേണ്ടത് അത്യാവശ്യമല്ലേ? കണ്ണൻ്റെ മുഖത്തൊരു ഗൗരവം നിറഞ്ഞു. ആരാണ് ആള്? ഹരിയുടെ ചോദ്യം കടുത്തു. കാർത്തികാണ് പിന്നിൽ. പക്ഷേ അവൻ നേരിട്ടുള്ള ഇടപാടല്ലെന്നാണ് കിട്ടിയ ഇൻഫോർമേഷൻ. പുറത്തു നിന്നുള്ള ടീമിൻ്റെ കൊട്ടേഷനാണ്. സിദ്ധു പറഞ്ഞു. ഹരിയും കണ്ണനും പരസ്പരം നോക്കി. അവൻ? ഹരിയുടെ ചോദ്യം കണ്ണന് നേരെയായിരുന്നു. പെങ്ങൾക്ക് വേണ്ടിയാകും. ആര്യയ്ക്ക് വേണ്ടി രാജിയാൻറ്റി എൻ്റെ അമ്മയുള്ള കാലം തന്നെ ഒരു ചരടുവലി നടന്നിരുന്നു. കണ്ണൻ പറഞ്ഞു കൊടുത്തു. ഹരിയൊന്ന് അമർത്തി മൂളി. നീ അവനോട് സംസാരിച്ചോ? കണ്ണനെ നോക്കി ഹരി ചോദിച്ചു. എനിക്കൊരു ചെറിയ സംശയമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സീതയും പറഞ്ഞു അവൻ അവളെയും നേരിട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന്. അന്ന് അവന് വേണ്ട മറുപടി അവൾ തന്നെ കൊടുത്തതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല. കണ്ണൻ പറഞ്ഞു. വിട്ടുകൊടുക്കരുത് കണ്ണ. അവനല്ലെങ്കിലും ഒരു എല്ല് കൂടുതലാണ്. ആദി പറഞ്ഞു. എടുത്തു ചാടി ഒന്നും ചെയ്യരുതാദി. കാരണം സീത ഇവിടെ ഉള്ളതാ. ഏതു നേരവും അവൾക്ക് തുണയായി ഇവിടെ നിൽക്കാൻ നമ്മളിൽ ആർക്കും പറ്റിയെന്ന് വരില്ല. അവരെ പോലെ തന്നെ നേരിട്ട് ഇടപെടാതെ വേണം നമുക്കും കളിക്കാൻ. ഹരി ഓർമ്മപ്പെടുത്തി. കണ്ണനു വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് ഹരി. സിദ്ധു ആവേശത്തിൽ പറഞ്ഞത് കേട്ട് ഹരി കണ്ണനെ നോക്കി. വളരെ പെട്ടെന്ന് തന്നെ അവർക്കിടയിൽ ഒരു സൗഹൃദം രൂപപ്പെട്ടു വന്നിരുന്നു. പിന്നെയും ഏറെ നേരം സംസാരിച്ചു കഴിഞ്ഞാണ് ഹരി പോവാൻ എഴുന്നേറ്റത്. മുത്തശ്ശിയെ കൂടി കാണട്ടെ കണ്ണ. സീത പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്നല്ലാതെ ഇതുവരെയും ആളെ ഞാൻ കണ്ടിട്ടില്ല. ഹരി പറഞ്ഞു. വാ. കണ്ണനാണ് ചാടി എഴുന്നേറ്റുകൊണ്ട് മുന്നിൽ നടന്നത്. അവൻ്റെ ആവേശം കണ്ടിട്ട് ആദിയും സിദ്ധുവും ഹരിയും പരസ്പരം നോക്കി ചിരിച്ചു. കണ്ണനൊപ്പം മുറിയിലേക്ക് കയറി വന്ന ഹരിയെ കണ്ട് സീത ഞെട്ടി. എൻ്റെ കൂട്ടുകാരനാണ് മുത്തശ്ശി, ഹരി. നീ എന്താ ഇവിടെ എന്ന് സീത ചോദിക്കും മുന്നേ കണ്ണൻ ഹരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. സീതയുടെ മുഖത്തേക്ക് കുശുമ്പ് ഇരച്ചു കയറുന്നത് കണ്ണൻ കള്ളച്ചിരിയോടെ കണ്ടു. വല്ല കാര്യവും ഉണ്ടോടാ? ആ ഭദ്രകാളിയുടെ നോട്ടം കണ്ടോ നീ? മിക്കവാറും എന്നെയും നിന്നെയും വലിച്ചു കീറും. സീതയുടെ നോട്ടം കണ്ടിട്ട് ഹരി കണ്ണൻ്റെ ചെവിയിൽ പതിയെ പറഞ്ഞു. എന്നെയല്ല, നിന്നെ. നിന്റെ കൂടെയാണ് അവൾ ഇനി പോരുന്നത്. കണ്ണൻ ഹരിയെ നോക്കി പുരികം പൊക്കി. അത് ശരി, അപ്പം മോൻ മനഃപൂർവ്വമാണല്ലേ? ഹരി പല്ല് കടിച്ചു. കണ്ണൻ ഗൗരവത്തോടെ തല കുലുക്കി. എന്താ ചെങ്ങാതിമാർ പരസ്പരം പറയുന്നത്? മുത്തശ്ശി ചിരിയോടെ ചോദിച്ചു. ഒന്നുമില്ല മുത്തശ്ശി, ഒരു ഭദ്രകാളി അവതാരത്തെക്കുറിച്ച് പറഞ്ഞു പോയതാ. സീതയെ ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ട് ഹരി മുത്തശ്ശിയുടെ കൈപിടിച്ചുകൊണ്ട് അരികിലിരുന്നു. അവർ സംസാരിക്കുന്നതെല്ലാം കേട്ട് നിൽക്കുമ്പോഴും സീതയുടെ പരിഭവം തീർന്നിട്ടില്ല. വീർത്ത് കെട്ടിയ മുഖത്തോടെ അവൾ മേശയിൽ ചാരി നിന്നു. മുത്തശ്ശി ഹരിയുടെ വിശേഷം ചോദിക്കുന്ന തിരക്കിലാണ്. സീത കണ്ണനെ നോക്കി. അവൻ ചുണ്ടുകുറിപ്പിച്ചുകൊണ്ട് ഉമ്മ കൊടുക്കുന്നത് പോലെ ആക്ഷൻ കാണിച്ചു. അവളുടെ മുഖം ഒന്നുകൂടി വീർത്തു വന്നത് കണ്ട് കണ്ണൻ ചിരി അമർത്തി. പെട്ടെന്നാണ് ആര്യയും അവർക്ക് പിറകിൽ രാജിയും അങ്ങോട്ട് കയറി വന്നത്. എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ആര്യ ചൂളിച്ചുരുങ്ങി രാജിക്ക് പിന്നിൽ ഒളിക്കാൻ തങ്ങി. ആ, നാണിക്കാതെ അങ്ങോട്ട് കൊടുക്കുമോളെ. നിന്റെ കണ്ണേട്ടൻ്റെ കൂട്ടുകാരനല്ലേ? രാജി അവളെ പിടിച്ച് മുന്നിലേക്ക് തന്നെ നിർത്തി. കണ്ണൻ്റെ കണ്ണുകൾ സീതയുടെ നേരെ പാളി. അവൾ യാതൊരു കൂസലും കൂടാതെ നിൽക്കുന്നുണ്ട്. അവന് ആശ്വാസം തോന്നി. പിന്നെ അത് ഹരിയുടെ നേരെയായി. അവൻ്റെ കണ്ണിലുള്ള സംശയം കണ്ടിട്ട് കണ്ണൻ അതേ എന്ന് തലയാട്ടി. ആര്യ കയ്യിലുള്ള വെള്ളം ഹരിയുടെ നേരെ നീട്ടി. അവനത് വാങ്ങി താങ്ക്സ് പറഞ്ഞു. അവൾ വിറയ്ക്കുന്നുണ്ടെന്ന് ഹരിക്ക് മനസ്സിലായി. രാജി നിർബന്ധിച്ചു കൊണ്ടുവന്നതാകും അവൻ ഓർത്തു. കണ്ണേട്ടന് കൊടുക്കും മോളെ.
വീണ്ടും രാജിയുടെ സ്വരം. എനിക്ക് വേണ്ട. ആര്യ അനങ്ങും മുന്നേ തന്നെ കണ്ണൻ ദേഷ്യത്തോടെ പറഞ്ഞു. ആ, അതെന്ത് പറച്ചിലാ മോനെ? നിന്റെ കൂട്ടുകാരൻ വന്നെന്ന് ആദ്യം പറഞ്ഞു കേട്ട സന്തോഷത്തോടെ എൻ്റെ മോള് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട്. രാജി ആര്യയെ തലോടി. ഹരിയും സീതയുടെ നേരെയാണ് നോക്കിയത്. അവൻ നോക്കുന്നത് കണ്ടിട്ട് സീത ഒന്ന് കണ്ണടച്ച് കാണിച്ചു. ഹരി ചിരിയോടെ തലയാട്ടി. വാങ്ങിച്ചു കുടിക്കും മോനെ, എൻ്റെ കുഞ്ഞിനെ സങ്കടപ്പെടുത്താതെ. രാജി വീണ്ടും കണ്ണനെ നോക്കി. നിനക്ക് എന്താ രാജി, പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവന് വേണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെയും നീ നിർബന്ധിച്ച് കുടിപ്പിക്കുന്നത് എന്തിനാ? മുത്തശ്ശി ദേഷ്യത്തോടെ ചോദിച്ചു. രാജിയൊന്ന് വിളറി. ആര്യ കൂടുതൽ രാജിയോട് ചേർന്ന് നിന്നു. അതല്ല, ഇത്തിരിയെങ്കിലും നാണം ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു രാജി ആൻറ്റി. കണ്ണൻ പുച്ഛത്തോടെ പറഞ്ഞു. എൻ്റെ മോളിത്തിരി വെള്ളം കൊണ്ട് തന്നതാണോ ഇപ്പോൾ നിനക്ക് മാനക്കേട്? രാജി അവന് നേരെ ചീറി. അല്ല, നിങ്ങളുടെ കുരുട്ടുബുദ്ധിയാണ്. കണ്ണനും വിട്ടുകൊടുത്തില്ല. നീ ജയിച്ചെന്ന് കരുതണ്ടേ? രാജി ഞൊടിയിട കൊണ്ട് സീതയുടെ നേരെ വെട്ടിത്തിരിഞ്ഞു. തോൽപ്പിക്കാമെന്ന് നിങ്ങളും കരുതണ്ട. ഹരി അവിടെ ഇരുന്നു കൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞത് കേട്ട് രാജിയുടെ കണ്ണുകൾ ചുരുങ്ങി. ഓഹോ, അപ്പോ നിനക്കിതൊരു തൊഴിലാണ് അല്ലേ? രാജിയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അത്രയും നാണം കെട്ട രീതിയിൽ അധപ്പതിച്ചു പോകാൻ അവളുടെ പേര് രാജി എന്നല്ല, സീതയെന്നാണ്, സീതാലക്ഷ്മി. കണ്ണൻ സീതയുടെ അരികിലേക്ക് നിന്നുകൊണ്ട് പറഞ്ഞു. കാണിച്ചു തരാം ഞാൻ. അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ഉറപ്പായതും രാജി വെല്ലുവിളി പോലെ പറഞ്ഞു. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. വിടില്ല ഞാൻ ഒന്നിനെയും. കണ്ണൻ വാശിയോടെ പറഞ്ഞു.